നമസ്തേ. ഇനി നമുക്ക് സർവനാമ ശബ്ദങ്ങൾ കുറച്ച് ഒന്ന് ആഴത്തിലേക്ക് നോക്കാം. അഹം നമാമി. അഹം ഞാൻ. നമാമി നമിക്കുന്നു. ഇപ്പം നമാമി വർത്തമാനകാല രൂപമാണ്. അഹം വന്നു കഴിഞ്ഞാൽ മീ എന്നുള്ള ശബ്ദത്തിലാണ് അവസാനിക്കുന്ന ക്രിയാപദം. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. വർത്തമാനകാല രൂപത്തിൽ ക്രിയാരൂപത്തിൽ അഹം വന്നു കഴിഞ്ഞാൽ അവസാനിക്കുന്ന പദം മീ എന്നായിരിക്കും. ഇപ്പം നമാമി, ക്രീഡാമി, പഠാമി, അങ്ങനെ പോകും കാര്യങ്ങൾ. അപ്പം ഇതിൽ ഈ അഹം എന്ന് പറഞ്ഞത് ഞാൻ എന്നുള്ളത് സർവനാമ പദമാണ്. എന്തുകൊണ്ട്? ഞാൻ എന്നുള്ള എല്ലാവരും പറയാമല്ലോ, എല്ലാവർക്കും ഞാൻ 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 എന്ന് പറയുമല്ലോ. അതുകൊണ്ട് അഹം സർവനാമ പദമാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ സർവനാമത്തിന് വചനത്രയങ്ങളുണ്ട്, വിഭക്തികളും ഉണ്ട്. അത് നമ്മൾ നോക്കും, രൂപങ്ങൾ. പക്ഷേ ലിംഗത്രയം ഇല്ല. ശ്രദ്ധേയമായൊരു കാര്യമാണ്. അഹം ഞാൻ ഇപ്പോൾ ഒരു സ്ത്രീലിംഗ ശബ്ദം, അതായത് സ്ത്രീലിംഗമായിട്ടുള്ള, ഇപ്പം ഞാനും പറയാം അഹം എന്ന് പറയാം, ഒരു പുരുഷനും പറയാം അഹം എന്ന് പറയാം. അപ്പം ഈ അഹം വെച്ചുകൊണ്ട് അത് ഏത് ലിംഗമാണെന്ന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിന് ലിംഗത്രയങ്ങൾ അതിന് ഇല്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ വാക്യം നോക്കാം. ത്വം നമസി. ഞാൻ അടിവരയോട് ഇട്ടിരിക്കുന്ന പദങ്ങളാണ് സർവനാമ പദങ്ങൾ. ത്വം നമസി. ത്വം എന്ന് പറയുമ്പോൾ നീ. നമിക്കുന്നു. നമസി നമിക്കുന്നു. ഈ നമസി എന്ന് പറയുന്നതും വർത്തമാനകാല രൂപമാണ്, വർത്തമാനകാല ക്രിയാപദമാണ്. ത്വം വരുമ്പോൾ സി വെച്ച് അവസാനിക്കുന്നു. അഹം വരുമ്പോൾ നമ്മൾ മീ എന്ന് പറഞ്ഞല്ലോ, അതേപോലെ ത്വം വരുമ്പോൾ സി എന്ന് അവസാനിക്കും. ഇനി ശ്രദ്ധേയമായ ഒരു കാര്യം, ത്വം എന്ന സർവനാമത്തിനും ലിംഗത്രയങ്ങളില്ല. അതിന് പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗ ശബ്ദം ഇല്ല. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സർവനാമങ്ങളിൽ അഹം ത്വമിന് ലിംഗത്രയങ്ങളില്ല, വചനത്രയങ്ങൾ ഉണ്ട്. അത് നമ്മൾ നോക്കും. അഹം എന്ന് പറയുമ്പോൾ ഒരാൾ ഞാൻ എന്ന് പറയാം. ഇനി രണ്ടുപേര് നിൽക്കുന്നു, രണ്ടുപേരും കൂടി പറയാണ് നമ്മൾ രണ്ടുപേര് എന്ന് പറയുമ്പോൾ ആവാം എന്ന് പറയുന്നു. നമ്മൾ ഈ ഭക്ഷണമൊക്കെ വേണോ, എന്തെങ്കിലും വേണോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉത്തരം എന്താ പറയുക? ആവാം എന്ന് പറയുമല്ലോ അല്ലേ. അതേപോലെ രണ്ടുപേര് കൂടി നിൽക്കുമ്പോൾ നമ്മൾ രണ്ടുപേർ എന്ന് പറയുന്നത് ആവാം. അപ്പോൾ അവിടെ വചനദ്വയമുണ്ടല്ലോ. അതേപോലെ എല്ലാവരും, നമ്മൾ എല്ലാവരും എന്ന് പറയുമ്പോൾ അതിന് വയം എന്ന് പറയും. അപ്പോൾ വചനം 3 എണ്ണം ഉണ്ട്, പക്ഷെ ലിംഗം ഇല്ല. ഇത് ശ്രദ്ധിക്കണം. അപ്പം അഹം നമാമി, ത്വം നമസി. അഹവും ത്വമും സർവനാമ പദമാണ്. ഇനി അടുത്ത വാക്യം. കൃഷ്ണഃ വസുദേവസ്യ പുത്രഃ. കൃഷ്ണഃ അകാരാന്ത പുല്ലിംഗ ശബ്ദം, പ്രഥമാ വിഭക്തിയാണ്. വസുദേവസ്യ, വസുദേവൻ്റെ. അകാരാന്ത പുല്ലിംഗ ശബ്ദമാണ് വസുദേവഃ എന്നുള്ളത്. അതിൻ്റെ ഷഷ്ടി വിഭക്തിയാണ് സ്യ. ഇപ്പോൾ വസുദേവൻ്റെ പുത്രഃ, പുത്രൻ. ഇത് 2 വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കണം നമ്മൾ. കൃഷ്ണഃ വസുദേവസ്യ പുത്രഃ സഹ അർജുനസ്യ സഖാ. സഹ അവൻ. ആരാണ്? ഇതിന് മുൻ വാക്യത്തിൽ നമ്മൾ പറഞ്ഞ കൃഷ്ണഃ. അപ്പോൾ സഹ, കൃഷ്ണഃ അകാരാന്ത പുല്ലിംഗമായതുകൊണ്ട് ഇതും പുല്ലിംഗമാണ്. സഹ പുല്ലിംഗം. അവൻ അർജുനസ്യ, അർജുനൻ്റെ. ഷഷ്ടി വിഭക്തി പദമാണ്. അർജുനൻ്റെ ആരാണ്? സഖാവാണ്. അപ്പോൾ സഹ എന്നുള്ളത് സർവനാമം. അവൻ എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും ഉപയോഗിക്കുമല്ലോ. അവൻ. പുല്ലിംഗ പദങ്ങൾക്ക് അവൻ എന്ന് ഉപയോഗിക്കും. ഇനി അടുത്തത്. പാർവതി ശിവസ്യ ഭാര്യ. പാർവതി ശിവസ്യ, ശിവന്റെ ആരാണ്? ഭാര്യയാണ്. സാ അതീവ സുന്ദരി. സാ അവൾ. ആരാണ്? പാർവതി. അവൾ. ഈ സാ എന്നുള്ളത് സർവനാമമാണ്. അവൾ എന്നുള്ളത് എല്ലാവർക്കും നമുക്ക് ഉപയോഗിക്കാം. പാർവതി എന്നുള്ള പദം പാർവതി എന്ന നാമം ഉള്ളവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. സാ, അവൾ എങ്ങനെയാണ്? അതീവ സുന്ദരിയാണ്. സാ. ശരി, അടുത്ത പദം. ഏഷാ ലേഖനി. ലേഖനി എന്നുള്ളത് ഈകാരാന്ത സ്ത്രീലിംഗ പദമാണ്. ഈകാരാന്ത പദമാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, പൊതുവെ അകാരാന്ത, ഇകാരാന്ത, ഉകാരാന്ത ശബ്ദങ്ങൾ പുല്ലിംഗവും ആകാരാന്ത, ഈകാരാന്ത, ഊകാരാന്ത പദങ്ങളെല്ലാം സ്ത്രീലിംഗം പൊതുവെ. അപ്പോൾ ഇവിടെ ഈ ആണ് അവസാനിക്കുന്നത്. ലേഖനി.
അപ്പോൾ ഇത് സ്ത്രീലിംഗം. അതുകൊണ്ട് അതിനെ സംബോധന ചെയ്യുന്ന, അതായത് അതിനെ സൂചിപ്പിക്കുന്ന ഈ പദം ഇത് ലേഖനി. ഇത് എൻ്റെ കയ്യിൽ പേനയുണ്ട്. പേനയ്ക്കാണ് ലേഖനി, ലേഖനം ചെയ്യാൻ സഹായിക്കുന്നത് ലേഖനി. ഇത് ഏഷ, ഇത് അവളല്ല, ഏഷ ഇത് ലേഖനി. ഇവൾ എന്നാണ് നമ്മൾ പറയുമ്പോൾ ഇവൾ ലേഖനി, സ്ത്രീലിംഗ പദമായതുകൊണ്ട്. ഇനിയോ ഇപ്പം എൻ്റെ കയ്യിൽ പേനയേ ഉള്ളൂ. പെൻസിൽ ദാ അവിടെ ടേബിളിൻ്റെ മുകളിലിരിക്കുകയാണ്. അപ്പം ഇവിടെ പെൻസിലുണ്ട്. പെൻസിലിന് നമ്മൾ എന്താ പറയുക? അങ്കനി. അങ്കനി, അങ്കങ്ങൾ എഴുതാൻ, അതല്ല ചുമ്മാ എഴുതാൻ വേണ്ടി സഹായിക്കുന്നതാണ് അങ്കനി. അതും ഈകാരാന്ത സ്ത്രീലിംഗ പദമാണ് അങ്കനി. അപ്പം ഞാൻ സൂചിപ്പിക്കുകയാണ് അത് ദാ അത് പെൻസിലാണ്. അപ്പോൾ സ്ത്രീലിംഗ പദമായതുകൊണ്ട് സർവനാമവും സ്ത്രീലിംഗം വരണം. സഹ എന്നല്ല, അല്ല സഹ എന്നല്ല, സാ അത് അങ്കനി. അപ്പം അതും സർവനാമ പദമാണ്. ഇനി നമുക്ക് നപുംസകലിംഗ ശബ്ദങ്ങൾ എടുക്കാം. ഇപ്പം എനിക്ക് കന്നഡ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപനേത്രം, നേത്രത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്നതുകൊണ്ട് അതിന് ഉപനേത്രം. ഉപനേത്രം നപുംസകലിംഗ ശബ്ദമാണല്ലോ. പൊതുവെ വെച്ച് അവസാനിക്കുന്ന ശബ്ദങ്ങളൊക്കെ നപുംസകലിംഗ ശബ്ദം. അതുകൊണ്ട് അതിനെ സൂചിപ്പിക്കുന്നതും നപുംസകലിംഗ സർവനാമം വേണം. അപ്പം ഞാൻ പറയാണ്, എൻ്റെ തൊട്ടടുത്തിരിക്കുന്നതുകൊണ്ട് ഇത് ഉപനേത്രം. ഏതത് ഉപനേത്രം, ഏതത് ഉപനേത്രം. ഇനി ഞാൻ കുറച്ച് ദൂരെ പോവാണ്. ദൂരെ പോയിട്ട് ഞാൻ പറയാണ് കൃഷ്ണഫലകം. അതെന്താണ്? ബ്ലാക്ക് ബോർഡ്. അപ്പം അത് കൃഷ്ണഫലകം. ഇപ്പം കൃഷ്ണഫലകം എന്നുള്ളത് നപുംസകലിംഗ ശബ്ദമായതുകൊണ്ട് അതിനെ സൂചിപ്പിക്കുന്ന സർവനാമവും നപുംസകം വരണം. അപ്പം തത്, അത് കൃഷ്ണഫലകം, അത് കൃഷ്ണഫലകം, ബ്ലാക്ക് ബോർഡ്. അപ്പം ഇതിൽ തത്, ഏതത്, സാ, ഏഷ, സഹ, ത്വം, അഹം ഇത്രയും സർവനാമ ശബ്ദങ്ങളാണ്. ഇനി ഇപ്പുറത്ത് വരാം നമുക്ക്. യഹ പരിശ്രമം കരോതി സഹ സഫലതാം പ്രാപ്നോതി. യഹ ആരാണോ, ഇത് പുല്ലിംഗ പദത്തിനെ സൂചിപ്പിക്കുന്നു, പുല്ലിംഗ സർവനാമം. അതുകൊണ്ടാണ് യഹ. യഹ ആരാണോ പരിശ്രമം കരോതി, പരിശ്രമം കരോതി ചെയ്യുന്നു, ആര് പരിശ്രമം ചെയ്യുന്നു, സഹ അവൻ, സഫലതാം സഫലതയെ, പ്രാപ്നോതി പ്രാപിക്കുന്നു. ഇപ്പം ഇവിടെ ആര്, യഹ അവൻ, സഹ ഇത് രണ്ടും പുല്ലിംഗ സർവനാമ പദമാണ്. അടുത്ത് വീണ്ടും നമുക്ക് നോക്കാം. സേവഫലം രുചികരം അസ്തി. സേവഫലം, സേവ് എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയും. എന്താണ്? ആപ്പിൾ. ആപ്പിളിനാണ് സേവഫലം എന്ന് പറയുന്നത്. അപ്പോൾ സേവഫലം കഴിച്ചിട്ട് പറയാണ്, ഓ സേവഫലം രുചികരം അസ്തി. സേവഫലം നല്ല രുചികരമായിട്ടുണ്ട്. ചില ആപ്പിൾ പുളിയും കൂടെ ചേർന്നിട്ടുണ്ടാവും, ചിലത് പുളി മാത്രമേ ഉണ്ടാവൂ, ചിലത് ബ്ലാൻഡായിട്ട് ഒരു മധുരവും ഉണ്ടാവില്ല, പുളിയും ഉണ്ടാവില്ല, അങ്ങനെ ഒരു ടേസ്റ്റ്, ഒരു ടേസ്റ്റ്ലെസ് ടേസ്റ്റ് എന്ന് പറയാം, വെള്ളത്തിനെ പോലെ. ചില നല്ല മധുരമായിരിക്കും. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് പറയാണ് സേവഫലം രുചികരം അസ്തി. അപ്പം പറയാണ് ശരി, അപ്പം എനിക്കും തരൂ. അപ്പോൾ പറയണം അത് ബാഗിലുണ്ട് എന്ന്. എന്താണ്? തത്. തത് എന്ന് പറയുമ്പോൾ അത് ഏതാണ്? സേവഫലം. സേവഫലം നപുംസകലിംഗ ശബ്ദമായതുകൊണ്ട് ഇവിടെ നപുംസക സർവനാമം സൂചിപ്പിക്കുകയാണ്. അത് തത്. തത് സ്യൂതേ, സ്യൂതത്തിൽ, സ്യൂത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ്. ബാഗിൽ സപ്തമി വിഭക്തിയാണ്. സ്യൂതിൽ, ബാഗിൽ, അസ്ഥി ഉണ്ട്. അപ്പം കേട്ടില്ല, ആരോ ബാഗ് എന്ന സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. അപ്പം ചോദ്യം വരികയാണ്, ആപ്പിള് ബാഗിലുണ്ട്. അപ്പം ആരോ ഓടി വരികയാണ്, ഓടി വന്നിട്ട് ബാഗ് എന്ന സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. അപ്പം അവർ ചോദിക്കുകയാണ് ബാഗിൽ എന്താ ഉള്ളത്? അപ്പം ചോദിക്കുകയാണ് സ്യൂതേ കിം അസ്തി. കിം, കിം എന്നുള്ളത് ചോദ്യം സർവനാമമാണ്, പക്ഷെ അത് നപുംസകലിംഗ ശബ്ദമാണ്. സേവഫലം നപുംസകമായതുകൊണ്ട് കിം എന്നുള്ളതും നപുംസകലിംഗ സർവനാമം. സ്യൂതേ കിം അസ്തി, ചോദ്യം ചോദിക്കാം. ഇനി നമുക്ക് ഈ ചോദ്യത്തിൻ്റെ തന്നെ സ്ത്രീലിംഗവും പുല്ലിംഗവും എങ്ങനെ വരും എന്ന് നോക്കാം. രാമസ്യ മാതാ കാ. രാമസ്യ രാമൻ്റെ, മാതാ, മാതാ സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ട് ചോദ്യവും സ്ത്രീലിംഗ വേണം. അപ്പോൾ കാ, രാമൻ്റെ മാതാ ആരാണ്? അമ്മ. ഇനി ലക്ഷ്മണസ്യ പിതാ കഹ.
ലക്ഷ്മണസ്യ ലക്ഷ്മണന്റെ പിത. പിത പുല്ലിംഗ ശബ്ദമായതുകൊണ്ട് അതിന് ചോദ്യം, സർവനാമ ചോദ്യം എന്തായിരിക്കണം? പുല്ലിംഗം. കഹ. ലക്ഷ്മണസ്യ പിത കഹ. അപ്പോൾ ഈ ഭാഗത്ത് വരുന്ന സർവനാമം എന്തൊക്കെയാണ്? അടിവര ഇട്ടിട്ടുണ്ട്. അതിൽ യഹ, സഹ, തത്, കിം, കാ, കഹ. ഇത്രയാണ് സർവനാമ ശബ്ദങ്ങൾ. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഹം, ത്വം എന്ന പദത്തിന് ലിംഗത്രയങ്ങൾ ഇല്ല. ബാക്കി എല്ലാത്തിലും ലിംഗമുണ്ട്. ഇപ്പം സഹ പുല്ലിംഗ ശബ്ദമാണ്, സാ സ്ത്രീലിംഗ ശബ്ദമാണ്, ഏഷാ സ്ത്രീലിംഗ ശബ്ദം, സാ സ്ത്രീലിംഗ ശബ്ദം, ഏതത് നപുംസകലിംഗ ശബ്ദം, തത് നപുംസകലിംഗം, യഹ പുല്ലിംഗം, സഹ പുല്ലിംഗം, തത് നപുംസകലിംഗം, കിം ചോദ്യം ചോദിക്കുകയാണ്, നപുംസകലിംഗമാണ്, കാ സ്ത്രീലിംഗം, കഹ പുല്ലിംഗ ശബ്ദം. അപ്പോൾ സർവനാമങ്ങൾക്കും വചനത്രയമുണ്ട്, ലിംഗത്രയങ്ങളുണ്ട്. നമ്മൾ വചനത്രയം നോക്കിയിട്ടില്ല, ഒന്നേ നോക്കിയിട്ടുള്ളൂ, എല്ലാം ഏകവചനമാണല്ലോ. അതിൻ്റെയും നമ്മൾ നോക്കണം. അതുപോലെ എല്ലാ വിഭക്തികളും അതിൻ്റെ രൂപങ്ങളും നമ്മൾ നോക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.